ബാഴ്സലോണ ആൻഡ് ട്രിവാൻഡ്രം. ഞാൻ എന്റെ അന്താരാഷ്ട്രീയ വ്യക്തിബന്ധങ്ങൾ ഉപയോഗിച്ചിട്ട് ബാഴ്സലോണോടൊപ്പം ഒരു ഇരട്ട നഗരം കൊണ്ടുവരാൻ ഒരു എഫേർട്ട് എടുത്തു. സ്പെയിനിലേക്ക് പോകുന്ന വേറെ കാര്യത്തിന് വേണ്ടി. ഇതാണ് എന്റെ ഐഡിയ. നിങ്ങളുടെ അനുഗ്രഹത്തോടെ ഞാൻ പോയി ഇത് നെഗോസിയേറ്റ് ചെയ്തപ്പോൾ ആളുകൾ ഒരു പ്രശ്നമില്ല പറഞ്ഞു. ഞാൻ പോയി, ഞാൻ അവിടുത്തെ മേയറെ കണ്ടു. അദ്ദേഹം സമ്മതിച്ചു. അദ്ദേഹം ഈ റെസൊല്യൂഷനെ ബാഴ്സലോണ നഗരസഭ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അവർ പാസ്സാക്കി. ബാഴ്സലോണ നഗരസഭയ്ക്ക് ട്വിൻ ചെയ്യാൻ, തിരുവനന്തപുരത്ത് ട്വിൻ ചെയ്യാനുള്ള റെസൊല്യൂഷൻ പാസ്സാക്കിയതിനൊപ്പം ഡെവലപ്മെന്റ് കോർപ്പറേറ്റ് വികസന സഹകരണ ബജറ്റും ഉണ്ട്. അവർക്ക് ഇവിടെ പണം ചെലവാക്കാനുള്ള സഹായം കൂടി ചേരാൻ സാധിച്ചിട്ടുണ്ടാവും. അതെല്ലാം ഞാൻ തിരിച്ചു കൊണ്ടുവന്നിട്ട് ജയൻ ബാബുവിന് കൈ കൊടുത്തിട്ട് പറഞ്ഞു, നമ്മൾ ഇതേപോലെ റെസൊല്യൂഷൻ നമ്മൾ നഗരസഭയിൽ പാസ്സാക്കിയാൽ ഈ ഇരട്ട കാര്യം നടക്കും. അപ്പൊ അവസാനത്തെ ക്ലിയറൻസ് പിന്നെ യൂണിയൻ ഡെവലപ്മെന്റ് മിനിസ്ട്രിയിലാണ്, ഏർബൻ ഡെവലപ്മെന്റ് മിനിസ്ട്രി. അത് ഞാൻ എടുത്തരാം. ഞാൻ ആ കാലത്ത് ഒരു മന്ത്രി കൂടിയായിരുന്നു. എനിക്കൊരു ഫെറോ മന്ത്രിയോട് പറഞ്ഞ് ചെയ്യുന്നത് പറഞ്ഞൊരു പ്രശ്നം ഉണ്ടായിട്ടില്ല. ചെയ്തില്ല എന്ന് പറഞ്ഞാൽ സങ്കുചിത രാഷ്ട്രീയ താല്പര്യം മാത്രം. ഇതിൽ ഒരു നഷ്ടവും ഉണ്ടായിരുന്നില്ല. തിരുവനന്തപുരത്ത് ഗുണം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവർ തുറമുഖമാണ്, അവരൊരു കൾച്ചറൽ ക്യാപിറ്റലാണ്, അവരൊരു തലസ്ഥാനമാണ്, അവരൊരു പിന്നെ മാലിന്യ പ്രശ്നത്തെ പരിഹരിച്ച ഒളിമ്പിക്സ് നടത്തിയ ഒരു നഗരമാണ്. FC ബാഴ്സലോണയ്ക്ക് നമ്മുടെ ഫുട്ബോൾ ടീമിനെ സഹായിക്കാൻ കൂടി തയ്യാറായിരുന്ന ഒരു ഇതായിരുന്നു. ഇതെല്ലാം ചെയ്തിട്ട് ജയൻ ബാബു എന്നെ നശിപ്പിക്കാൻ ഒരിക്കലും എന്നെ ക്ഷമിക്കില്ല. ഞങ്ങളുടെ കൗൺസിലർമാർ ഇതിനെ വിഷയമാക്കി നഗരസഭയിൽ. ശശി തരൂർ കൊണ്ടുവന്ന ഹിന്ദി പറ്റി ചർച്ച ഡിമാൻഡ് ചെയ്തു. ചർച്ച അവർ സമ്മതിച്ചില്ല. അവർ പറഞ്ഞു ഇത് ഞങ്ങൾക്ക് ചെയ്യാൻ അവകാശമില്ല, ശശി തരൂർ അറിയില്ല. അപ്പോഴേക്കും അവർ ഇലക്ഷൻ വീണ്ടും ജയിച്ചു. അതിൽ എന്താണ് നമ്മുടെ നഗരം വീണ്ടും ഒന്നും ചെയ്യാത്ത കഴിവില്ലാത്ത ഒരു പാർട്ടിയെ വീണ്ടും അധികാരം കൊടുക്കണം. അപ്പൊ അവർ വീണ്ടും വരുന്ന മേയർ മാറി ചന്ദ്രിക പറഞ്ഞു പിന്നെ ഇനി ആദ്യം കൊണ്ടുവന്നപ്പോൾ നമ്മൾ നോക്കാൻ. ഞാൻ പറഞ്ഞു എനിക്ക് ആദ്യം കൊണ്ടുവരിക. നിങ്ങളുടെ കാര്യത്തിൽ ലാപ്സായി പോയി. ഒരു വർഷമാണ് അവരുടെ റെസൊല്യൂഷന്റെ വാലിഡിറ്റി. ലാപ്സായി പോയി. അടുത്ത ഇലക്ഷൻ ബാഴ്സലോണയിൽ വന്നപ്പോൾ നമ്മളെ സഹകരിക്കാൻ തയ്യാറായിരുന്ന സോഷ്യലിസ്റ്റ് പാർട്ടി ഇലക്ഷൻ തോറ്റു. BJP പോലൊരു പാർട്ടിയാണ് അവിടെ ജയിച്ചു വന്നത്. അവരിപ്പോ സഹകരിച്ചില്ല. അത് കഴിഞ്ഞിട്ട് അവർക്ക് തന്നെ എക്കണോമിക് ഡിഫിക്കൽട്ടീസ് ആയിട്ട് സഹകരണ കോർപ്പറേഷൻ ഒക്കെ ബാക്ക് ബോണിലൊക്കെ പോയി. അതോടെ ബാഴ്സലോണ സ്വപ്നം തീർന്നു. അതിനെ കൊന്ന ജയൻ ബാബു ഇപ്പോൾ ട്രോൾ ഇറക്കിയിട്ട് എവിടെ ബാഴ്സലോണ എന്ന് പറയുന്നതിന് ഞാനൊരു അഹിംസ വിശ്വാസിയാണ്. അല്ലെങ്കിൽ അവർ ചെഴുതടിക്കാൻ തോന്നുന്നു. പക്ഷെ ഒരു അച്ഛനെയും അമ്മയും കൊന്ന ശേഷം വെടിവെച്ച് കൊന്ന ശേഷം അയ്യോ ഞാനൊരു ഓഫനാണെന്ന് പറയുന്ന പോലെ അത് എന്തൊരു ഒരു അന്യായമാണ്. അപ്പോ ഇതിനെക്കുറിച്ച് നമ്മൾക്ക് പറയാനുള്ളത് ഒരു സംശയവുമില്ല. ഇതില് എല്ലാം ചെയ്തു കഴിഞ്ഞു. ചെയ്യാൻ ഹൈക്കോടതിയെ പോയി ഞാൻ ശ്രമിച്ചു എന്ന് മാത്രമല്ല, അച്ചീവ്മെന്റ് ആയി. റെസൊല്യൂഷൻ അവർ പാസ്സായി, ഞാൻ കൊണ്ടുവന്ന് കൊടുത്തു. എന്നിട്ടും കൂടി അവരൊന്നും ചെയ്തില്ല.